എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഓരോ ദിവസവും വചനത്തിൻ്റെ വെളിപ്പാടുകളും ആത്മാവിൻ്റെ ആലോചനകളും നമ്മെ ഒരു കഴുകനെ പോലെ ചിറകടിപ്പാൻ പ്രാപ്തിയുള്ളതാക്കി മാറ്റും. നിങ്ങളൊരു അനുഗ്രഹമാണ്. അബ്രഹാമിനോട് പറഞ്ഞ അതേ വചനം പറഞ്ഞ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്താണ്? നിങ്ങൾ അനുഗ്രഹം ആണ്. നിങ്ങളൊരു അനുഗ്രഹമാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്കുള്ളതാണ്. ഈ അനുഗ്രഹത്തെ എപ്പോഴും നിങ്ങൾ കാണുക. ഞാനൊരു അനുഗ്രഹമാണ്. ആരെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും ഞാനൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. നമുക്ക് വേണ്ടത് കൂടുതൽ സമയമല്ല, നമുക്ക് വേണ്ടത് കൂടുതൽ ഫോക്കസാണ്. ഫോക്കസ് എന്ന് പറയുമ്പോൾ ലക്ഷ്യം. നമ്മൾ പറയും കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ല, ഭൂമിയിൽ ആർക്കും കൂടുതൽ സമയമില്ല. അവർക്ക് കൂടുതൽ ഫോക്കസ് ഉണ്ടായി. ഫോക്കസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ സമയം ഉണ്ടാക്കാൻ കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റിനും ഒരു പഞ്ചായത്ത് മെമ്പറിനും ഒരു സാധാരണ മനുഷ്യനും ഒരു ഭിക്ഷക്കാരനും ഒരു വലിയ കോടീശ്വരനും എല്ലാം 24 മണിക്കൂറേ ഉള്ളൂ. എന്നാൽ ഓരോരുത്തർ സമയത്തെ ഉപയോഗിക്കുന്നതിൽ വ്യത്യസ്തമാണ്. അവരൊരു വിഷയത്തിൽ ഫോക്കസ് ചെയ്താൽ ആ കാര്യത്തിൽ ഇരുന്ന് അവർ അവരുടെ സമയത്തെ കൂടുതൽ ഫലമുള്ളതാക്കി മാറ്റുന്നു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ചീറ്റ എന്ന് പറയുന്ന പുലിവർഗത്തിലെ ആ ജീവി ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ജീവികളിൽ ഒന്നായിട്ട് പരിഗണിക്കപ്പെടുന്നെങ്കിലും സയൻസ് പറയുന്നത് ഈ ജീവി വലിയ വേഗതയൊന്നും ഉള്ളതല്ല, ഇതിനേക്കാൾ വേഗതയുള്ളവരുണ്ട്. എന്നാൽ ഫോക്കസ് അവർക്കില്ല. ചീറ്റയുടെ പ്രത്യേകത, ഒരു മാനിനെ ആയിരക്കണക്കിന് മാൻകൂട്ടത്തിൽ ഒരു മാനിനെ ഫോക്കസ് ചെയ്താൽ ആ മാനിനെ പിടിക്കാതെ അവൻ്റെ ലക്ഷ്യം അവൻ നിർത്തുകയില്ല. ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിനെ കയ്യിലാക്കാൻ ആഗ്രഹിച്ചുവോ അത് കയ്യിൽ വരും വരെ അതിൽ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ വളരെ വേഗത്തിൽ ആ കാര്യം ചെയ്യും. ഇന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യം വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാം. വേണമെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും പല കാര്യങ്ങൾ പറഞ്ഞും വരുന്ന ഫോൺ കോളെല്ലാം അറ്റൻഡ് ചെയ്തും അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും കിടന്നും മറിഞ്ഞും തിരിഞ്ഞും അയൽവക്കത്തുള്ളവരോട് സംസാരിച്ചൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ടും തീർക്കാം. 1 മണിക്കൂർ കൊണ്ട് തീർക്കാം. രാത്രി 10 മണിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 18 മണിക്കൂർ കൊണ്ടും തീർക്കാം. ഫോക്കസ് എന്ന ഏറ്റവും വിലയേറിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് അത് തീർത്താൽ ബാക്കി സമയം കിടന്നുറങ്ങാനാണോ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സമയമല്ല നമുക്ക് കൂടുതൽ വേണ്ടത്, കൂടുതൽ ഫോക്കസാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, മകനെ, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകേണ്ടതിന് നീ അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. എന്തിൽ നീ ഇരിക്കുന്നുവോ അത് നിനക്ക് വിടുതലാകും. ഒരു മറുപടിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് ഫോക്കസാണ്. ബൈബിൾ ഞാൻ ഇന്ന് 10 അധ്യായം വായിക്കും, അതൊരു വായനയാണ്. എന്നാൽ ബൈബിളിൽ മോശയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കും, വ്യക്തമായി മനസ്സിലാക്കും, അതൊരു ഫോക്കസാണ്. യേശുവിനെ ഞാൻ കൂടുതൽ അറിയും, അതൊരു ഫോക്കസാണ്. ബൈബിൾ വെറുതെ വായിക്കുന്നത് ഒരു ജനറൽ വായനയാണ്. എന്നാൽ ചില കാര്യങ്ങളെ പഠിക്കാനിരുന്നാൽ അതിൽ നിന്ന് വിലയേറിയതുമായിട്ട് നീ പുറത്തു വരും. അതുകൊണ്ട് നിനക്ക് നല്ലൊരു ഫോക്കസ് വേണം. അത് നിനക്ക് വലിയ ഗോളുകൾ തരും, വലിയ വേഗത തരും, സമയം ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, കുറേ കാര്യം പറഞ്ഞിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതാനും വളരെ ഏകാഗ്രതയോടെ അതിനെ പിടിക്കാനും ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യം, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ
അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. യേശു ജഡത്തിൽ, പാപജഡത്തിൽ വന്ന് നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്തു. അതാണ് 3-ാം അധ്യായം. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ദൈവം, യേശുവിനെ അയച്ചിട്ട്. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്നു. അതായത് ഫോക്കസ്, എൻ്റെ ഫോക്കസ് ആത്മാവിനെയാണ്. ഞാൻ എൻ്റെ ജഡത്തെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങിപ്പോകണം. മുഖം ഒന്ന് നോക്കണം, ശരീരം മൊത്തം നോക്കണം. മുഖം മാത്രം ഇങ്ങനെ തേച്ച് മിനിക്കാൻ പോരാ, മൊത്തം ശരീരം ഒക്കെ ഒന്ന് നോക്കണം, നന്നായിട്ട് ഒരുങ്ങണം. അതിനൊക്കെ ഒരു 5-10 മിനിറ്റൊക്കെ എടുക്ക്. 1 മണിക്കൂർ 2 മണിക്കൂർ അതിൽ തന്നെ ഇരിക്കല്ലേ? ജീവിതകാലം മുഴുവൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കല്ലേ? ജഡത്തെ ഫോക്കസ് ചെയ്യല്ലേ, ആത്മാവിനെ ഫോക്കസ് ചെയ്യുക. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രയും അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ യേശു ക്രൂശിൽ മരിച്ചു. ന്യായപ്രമാണത്തിൻ്റെ നീതി എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ ശാപമല്ല നമ്മിൽ നിവർത്തിയാകുന്നത്. ന്യായപ്രമാണത്തിൻ്റെ നീതി എന്താണ്? നീതിമാൻ അനുഗ്രഹിക്കപ്പെടും, ഉയർച്ച പ്രാപിക്കും, മക്കളുടെ മക്കളെയും കാണും, വാലല്ല തലയാകും. ശത്രു ഒരു വഴി വരും, 7 വഴിയായിട്ട് ഓടിപ്പോവും. മാത്രമല്ല, ഭൂമിയിലുള്ള സകല ജാതികളും എൻ്റെ ഉയർച്ച കാണും, ഞാനൊരു അത്ഭുതമാണെന്നറിയും. ഇങ്ങനെയുള്ള നീതി നമുക്ക് ലഭിക്കേണ്ടതിന് തന്നെ യേശു ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചവർ ഇതെല്ലാം ക്ലെയിം ചെയ്യണം. നമുക്കുള്ളതെല്ലാം നമ്മൾ സ്വന്തമാക്കണം. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതിയ നീതി നടപ്പിലാക്കും, പുതിയ നിയമങ്ങൾ. അപ്പോൾ നമ്മളത് അറിയണം. ഇപ്പോൾ കേരളത്തിലെ പുതിയ സംവിധാനങ്ങൾ നമ്മൾ അറിയണം. പുതിയ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്ക് ബസ്സിൽ, KSRTC ബസ്സിൽ യാത്ര സൗകര്യം ഫ്രീ. ഇതറിഞ്ഞാലേ ആ നീതി, ആ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇതുപോലെ BPL കാർഡുള്ളവർക്ക് എന്തൊക്കെയോ ഫ്രീ ഉണ്ട്. ഇതറിഞ്ഞില്ലെങ്കിലോ? അറിയുന്നവർ ഇത് സ്വന്തമാക്കും, അറിയാത്തവരിരുന്ന് അയ്യോ പുതിയ ഗവൺമെന്റ് വന്നിട്ട് എനിക്കൊന്നും ചെയ്തില്ലേ. അറിയണം. സാധുക്കൾക്ക് വേണ്ടിയുള്ളത്, കർഷകർക്കുള്ള സബ്സിഡികൾ, ലോണിൻ്റെ പകുതി കൊടുത്താൽ മതി, എന്തെല്ലാം സബ്സിഡികളുണ്ട്. ഇതറിയാത്തവർ അത് സ്വന്തമാക്കുന്നില്ല. ഇതുപോലെ തന്നെ ബൈബിളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് അതിനെ നമ്മൾ സ്വന്തമാക്കണം, അതിനൊരു വില മുടക്കണം, അതിനുവേണ്ടി മുന്നോട്ടിറങ്ങണം, അത് ക്ലെയിം ചെയ്ത് സ്വന്തമാക്കണം. ന്യായപ്രമാണത്തിൻ്റെ നീതി മുഴുവൻ, ബൈബിളിൽ പറയുന്ന 6000-ലധികം അനുഗ്രഹങ്ങളെ, വാഗ്ദത്തങ്ങളെ നാം പിടിക്കണം. എനിക്കുള്ളതാണെന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കെന്നത്ത് കോപ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന ദൈവദാസൻ. ആ ദൈവദാസൻ 90ഓളം വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുടി നരക്കില്ല, നര ഒരു ശാപമാണ്, എൻ്റെ മുടി നരക്കില്ല. അദ്ദേഹം അതുപോലെ കൺഫസ് ചെയ്തു, ഇതുവരെ മുടി ഒരെണ്ണം പോലും നരച്ചിട്ടില്ലെന്ന്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം, കെന്നത്ത് കോപ്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിൽ ഒന്നാണ്. അപ്പോൾ പറയുന്നത് പോലെ, എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറയെ ചുളിവുകളുണ്ട്. അത് അദ്ദേഹം കൺഫസ് ചെയ്തില്ല. എൻ്റെ മുഖത്ത് ഒരു ചുളിവ് പോലും ഇല്ലാതെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് മുഖത്ത് ചുളിവുണ്ട്, വാർദ്ധക്യമുണ്ടെന്ന് കണ്ടാൽ അറിയാം. നമ്മൾ എന്ത് കൺഫസ് ചെയ്യുന്നുവോ അതുപോലെ സംഭവിക്കും. നമ്മൾ പറയുന്നതാണ് നമ്മൾ. അപ്പോൾ ആരും പറയാത്ത നിലയിൽ വ്യത്യസ്തമായിട്ട് പറയാം. നമ്മുടെ കൈരേഖയ്ക്ക് വ്യത്യാസമുണ്ട്. ഇന്ന് ഭൂമിയിലുള്ള ഒരു 850-ലധികം കോടി ജനങ്ങൾക്കും വിരലുകളുടെ രേഖകൾക്ക് വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് പറയുന്നത് നാം എല്ലാവരെ പോലെയല്ല, നമ്മൾ വ്യത്യസ്തരാണെന്നാണ്. ഇത് നമ്മളോടൊരു സന്ദേശം പറയുന്നുണ്ട്, നീ യുണീക്കാണ്.
നിന്നെപ്പോലെ വേറെ ആരുമില്ല. നീ പറയുന്ന പോലെ വേറെ ആരും പറയാനില്ല. നീ ചിന്തിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നീ പറയണം. നീ പറയുന്നത് പോലെ വേറെ ആരുമില്ല. നീ ഉയരുന്നത് പോലെ വേറെ ആരുമില്ല. നിന്നെപ്പോലെ വേറെ ആരുമില്ല. നിന്നെക്കൊണ്ട് മാത്രം ചെയ്യിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന പല കാര്യവുമുണ്ട്. ഈ സത്യങ്ങൾ അറിയണം. ബൈബിളിൽ പറയുന്ന എല്ലാ വിശ്വാസവീരന്മാരും വ്യത്യസ്തരായിരുന്നു. അവരുടെ ഓരോ ഹിസ്റ്ററികളും വേറെയായിരുന്നു. എല്ലാവരും ഒരു കാര്യത്തിലല്ല വിജയിച്ചത്. എല്ലാവരും 10ാം ക്ലാസ് പാസ്സായി എന്നല്ല അവിടെ പറയുന്നത്. അവർ വിജയിച്ചത് പല പല കാര്യത്തിലാണ്. കാരണം അവർ വ്യത്യസ്തരായിരുന്നു. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതുപോലെ നിങ്ങൾ ജയിക്കുന്ന മേഖല മറ്റാരും ജയിക്കാത്ത മേഖലയായിരിക്കും. നിങ്ങളുടെ വിജയം മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയമായിരിക്കും. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതാണ് എനിക്ക് റോമാലേഖനം 8:4 നിന്ന് മനസ്സിലായത്. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അതായത് അനുഗ്രഹത്തിൻ്റെ ഏതൊക്കെയോ മേഖലകൾ, ആർക്കും നിവർത്തിയാകാത്ത മേഖലകൾ എന്നിൽ നിവർത്തിയാകാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുക. ഭൂമിയിൽ ആരും ഈ വിഷയത്തിൽ ഉയർന്നിട്ടില്ല. ഞാൻ ഈ വിഷയത്തിൽ ഉയരും. ഭൂമിയിൽ പലരും 5 കാര്യത്തിൽ, ഈ 5 കാര്യത്തിൽ 2-ൽ ഉയർന്നിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിൽ 4 കാര്യത്തിൽ അല്ലെങ്കിൽ 5 കാര്യത്തിൽ ഞാൻ ഉയരും. ഇതൊക്കെ നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണ്, നമ്മളെടുക്കുന്ന എഫർട്ടാണ്. അപ്പോൾ വിശ്വാസമുള്ളവർ ഒരു എഫർട്ട് എടുക്കണം. എല്ലാം വിശ്വാസത്താൽ. വിശ്വാസത്തിന് ഒരു വില മുടക്കലുണ്ട്. അത് നിങ്ങളെ ജയാളിയാക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട വചനം ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ അടിമുടി മാറ്റട്ടെ. ഇവരെ പോലെ ഭൂമിയിൽ ആരുമില്ലെന്നും ഇവർക്ക് ഒന്നും അസാധ്യമല്ലെന്നും യേശുക്രിസ്തു വരുത്തിയ സ്വാതന്ത്ര്യത്തിലൂടെ ന്യായപ്രമാണത്തിൻ്റെ നീതിയിലുള്ള ഏത് അനുഗ്രഹവും വില മുടക്കി ക്ലെയിം ചെയ്ത് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം മക്കളിൽ വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. കർത്താവ് അനുഗ്രഹിക്കും. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ വരിക. ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.